ഹലോ ഉണ്ണിയാർച്ചേ, ആ ഇലക്ഷൻ പ്രചരണമൊക്കെ എങ്ങനെ വന്നു? നന്നായി പോന്നു. ആഹാ, ഈ തവണ ഞങ്ങൾ എന്തായാലും ജയിക്കും. ആണോ? ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. എല്ലാം ഗംഭീരമായിട്ട് പോട്ടെ. ഡോക്ടറെ, ഇന്നലത്തെയും മിനിങ്ങാനത്തെയും മീറ്റിങ്ങിന് നല്ല ആളുണ്ടായിരുന്നു. ആള് കൂടുന്നത് കണ്ടാൽ അറിയാം ഞങ്ങൾ ജയിക്കുന്നു. ഈ വന്ന എല്ലാരും വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇവരുടെ അഴിഞ്ഞാട്ടം കാണാൻ വന്നവരായിരിക്കും. നീ ഒന്നും മിണ്ടാതെ. അതെ, എല്ലാ ദിവസത്തെ മീറ്റിങ്ങിലും ഞാൻ പ്രസംഗിക്കാറുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ഇന്നലത്തെ പ്രസംഗം ഞാൻ കേൾക്കുകയും ചെയ്തു. ആണോ? അതെ, ഞാനിന്നാ ജംഗ്ഷനിലുണ്ടായിരുന്നു. എന്തൊരു നല്ല പ്രസംഗമായിരുന്നു. പൊക്കി പറയല്ലോ കേട്ടോ. ഉണ്ണിയാർച്ചയ്ക്ക് ഇത്രയും നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതെങ്ങനെ പഠിച്ചു? ഇതൊക്കെ പഠിക്കാതെ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റുമോ? ഒക്കെ പഠിച്ചു. അത് ശരിയാ. എന്തായാലും ഉണ്ണിയാർച്ച സമ്മതിക്കണം കേട്ടോ. കൺഗ്രാറ്റ്സ്. താങ്ക് യു ഡോക്ടർ. അതെ, സമയം കിട്ടിയാ ഇനി മീറ്റിങ്ങിന് വരണേ. പിന്നെ തീർച്ചയായിട്ടും വരും. ശരി. ഇച്ചാന് സങ്കടായ? ഇതില് അല്ല, അവരുടെ ഭർത്താവ് വിളിച്ച് അവരകത്തോട്ട് പോയപ്പോഴേ ഇച്ചാന് സങ്കടായോന്ന്. അവരിവിടെ നിന്നിരുന്നെങ്കിൽ കുറച്ചു നേരം കൂടെ വിസ്തരിച്ച് പഞ്ചാര അടിക്കായിരുന്നല്ലോ. ഇപ്പൊ ഈ സംസാരിച്ചതിനാണോ പഞ്ചാരടി എന്ന് പറയുന്നത്? കല്യാണം കഴിഞ്ഞൊരാള് ഭാര്യ അല്ലാതെ വേറെ ഏത് പെണ്ണോട് സംസാരിച്ചാലും അത് പഞ്ചാരടി തന്നെ. ആ എന്തായിരുന്നു അവിടെ? ഡോക്ടറായിരുന്നു. ഇന്നലെ കവലയിലെ എന്റെ പ്രസംഗം കേൾക്കാൻ വന്നിരുന്നു. പ്രസംഗം മുഴുവൻ കഴിഞ്ഞിട്ടാ ഡോക്ടർ പോയത്. അയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നല്ല മനുഷ്യർ അങ്ങനെയാ, പരിചയമുള്ളവരുടെ പ്രസംഗം കേട്ട് അഭിപ്രായം പറയുന്ന മര്യാദ. സത്യം ഇതുവരെ എന്റെ പ്രസംഗം കേട്ടിട്ടില്ലല്ലോ. ഓ, ഞാൻ നിന്റെ ഇവിടുത്തെ അധിക പ്രസംഗം കേൾക്കണ പറഞ്ഞിട്ട് ഇനി കവലയിൽ വന്ന് പ്രസംഗം കേൾക്കാൻ പോകും. ഇതാണ് സ്വഭാവം. അതൊക്കെ ആ ഡോക്ടറെ കണ്ട് പഠിക്കണം. ഇനിയും സമയം കിട്ടുമ്പോ എന്റെ പ്രസംഗം കേൾക്കാൻ വരാതെ ഡോക്ടർ സമ്മതിച്ചിരിക്കുക. അവൻ പ്രസംഗം കേൾക്കാൻ വരുന്നതല്ല, വായി നോക്കാൻ വരുന്നതാ. സത്യം അങ്ങനെ തോന്നും. നല്ലൊരു പ്രസംഗം കേട്ട വായും പൊളിച്ച് നിൽക്കാനേ സത്യം എന്നെ കൊണ്ട് പറ്റൂ. ഡോക്ടർ അങ്ങനെയല്ല. എന്തൊരു അറിവാ മനുഷ്യന്. എന്റെ പൊന്നോ, ഈശ്വരാ, ഇതൊക്കെ കേട്ട് 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 ഞാൻ മടുത്ത്. ഇതൊക്കെ പറയാനായിട്ട് ഇച്ചാനൊരു നാണോ ഇല്ലല്ലോ എന്റെ പൊന്നു ചാരു. സത്യമായിട്ട് ഇത് കേട്ടിട്ടില്ലേ, എന്റെ തൊലി ഉരിഞ്ഞു. എന്താ ചേച്ചി? അപ്പുറത്തെ അപ്സരസനെ പുകഴ്ത്തല്. അവള് വലിയ സംഭവമാണ്, അവളുടെ പ്രസംഗം കൊള്ളാം, അവളുടെ അത് കൊള്ളാം, ഇത് കൊള്ളാം, ഇങ്ങനെയൊക്കെ പറയാൻ ഇച്ചായന് നാണം ഉണ്ടാ ചാരു? ഇതൊക്കെ പോട്ടെ, അവളുടെ പ്രസംഗം കേൾക്കാനായിട്ട് വേറെ എവിടെയോ പോയിരിക്കുന്നു. ഡോക്ടറോ? ആ, ഈ ഡോക്ടർ തന്നെ. ഇച്ചായനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നാണം കെട്ടി സംസാരിക്കല്ലേന്ന്. പക്ഷെ കേൾക്കത്തില്ല. എന്റെ വാക്കിനല്ലേലും ഒരു വിലയില്ലല്ലോ. ഇതെങ്ങോട്ട് നോക്ക്. നീ ഒരു കാര്യം ഓർക്കണം, ഇവളുടെ ഈ ഗുണങ്ങളൊക്കെ പറയുന്നതേ സ്വന്തം ഭാര്യയായ എന്നോടാണ്. ഏത് ഭാര്യമാരും ഇത് സഹിക്കും? പറ ചാരു, ഏത് ഭാര്യമാരും ഇത് സഹിക്കും? ചേച്ചിയും തിരിച്ചു പറയണം. എന്ത്? മറ്റുള്ള ആണുങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറയണം. അയ്യ, അതൊക്കെ മോശമല്ലേ? ഡോക്ടർക്ക് മറ്റുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറയാൻ അറിയാമെങ്കിലേ ചേച്ചിയും തിരിച്ചു പറയണം. അതോടെ നിർത്തും ഡോക്ടറുടെ പുകഴ്ത്തലൊക്കെ. എന്ത് പറയും? എന്ത് വേണമെങ്കിലും പറയാലോ. ചേച്ചി ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇത്തരം കാര്യങ്ങളിലെ നമ്മൾ പെണ്ണുങ്ങളെക്കാളും കഷ്ടമാണ് ആണുങ്ങളുടെ കാര്യം. 4 ഡയലോഗിൽ വീഴും ചേച്ചി. ചേച്ചി ചെല്ലി രാവിലെ തന്നെ നല്ല ഐശ്വര്യത്തോടെ ഒരു ഡോസം കൊടുത്തേക്ക്. ഒരു കൊളുത്തിട്ടാ മതി, വൈകുന്നേരം വരെ അവിടെ കിടക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോ വീണ്ടും ഒരു ഡോസ്. അതോടെ കൂടെ ഡോക്ടർ ഫ്ലാറ്റ്. ആലിസ, ഞാൻ ഇറങ്ങുന്നേ. എന്തു വെച്ചാ ഇട്ടേക്കുന്നത്? ഷർട്ട്. അത് മനസ്സിലായി. ഇത് എന്ത് ഷർട്ടായി ഇട്ടേക്കുന്നത്? എന്താടേ കുഴപ്പം? ഇത് കണ്ടാലേ അറിയാം വെറും 500 രൂപയുടെ ഷർട്ടാന്ന്. എന്റെ ഇച്ചായ, ഇന്നത്തെ കാലത്തുള്ള ആണുങ്ങളെ മിനിമം ഒരു 2000 രൂപയുടെ ഷർട്ടെങ്കിലും ഇടണം. എന്ന് ആരാ പറഞ്ഞത്? ആരാ പറയാത്തത്? ഇച്ചായ, നമ്മുടെ കോട്ടയത്തുള്ള ആണുങ്ങളൊക്കെ കാണാറില്ലേ? അവരെന്ത് വിലയുള്ള ഷർട്ടാ ഇടുന്നത്? ഞാൻ ആണുങ്ങളെ വായി നോക്കാറില്ല. അതാ കുഴപ്പം. പെണ്ണുങ്ങളെ മാത്രം വായി നോക്കുമ്പോഴേ ഇടക്കിടക്ക് ആണുങ്ങളെ കൂടെ നോക്കണം, അല്ലെങ്കിൽ ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. ആ, അതൊക്കെ അലക്സ്. അവനിടുന്ന ഷർട്ട് കണ്ടിട്ടുണ്ടാ? 3000-4000 രൂപയുടെ വിലയുള്ള ഷർട്ട് മാത്രമേ ഇടത്തുള്ളൂ. അവന്റെ കയ്യിൽ കാശുണ്ട്, എന്റെ കയ്യിൽ ഇല്ല. ആ, എന്റെ വിധി. ഞാൻ അപ്പച്ചനോട് പണ്ടേ പറയുമായിരുന്നു, എന്നൊരു കാശുള്ളവനെ കൊണ്ട് കെട്ടിക്കണേ, കാശുകാരനെ കൊണ്ട് കെട്ടിക്കണേന്ന്. ഇച്ചാനൊരു ഡോക്ടർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ കല്യാണം നടന്നത്. ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? ചുമ്മാ പറയാലോ. എന്നാ പറഞ്ഞോണ്ടേ. അലക്സ് എന്നെ ഇടക്കിടക്ക് വിളിക്കാറുണ്ട്. എന്നോട് വിളിക്കണ്ടെന്ന് പറയണോ? അതല്ലാന്ന്. പിന്നെ വിളിക്കുമ്പോ എന്നോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും വേണോ, ഞാൻ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരട്ടെ എന്ന്. പക്ഷെ ഞാൻ വെറുതെ തള്ളും.
ഇച്ചാൻ എനിക്ക് എല്ലാം വാങ്ങിച്ചു തരാറുണ്ടെന്ന്. ഒന്നും വാങ്ങിച്ചു തരത്തില്ലെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. അലക്സ് ഉണ്ടല്ല, ഇങ്ങോട്ട് നോക്ക്. ഈ സിസ്ത്രീനല്ലേ ഇതിങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ടാ നടക്കുന്നത്. ഇങ്ങനെ കൊണ്ടു നടന്ന വീണു, നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കണം. ആ ഇങ്ങനെ തന്നെയാ കൊണ്ടു നടക്കുന്നത്. അല്ലെ ഇങ്ങനെ കൊണ്ടു നടന്നാലും പോവിടുന്ന്. ഈ ഭർത്താക്കന്മാരായാലേ അങ്ങനെയൊക്കെ വേണം. എന്നെയും കുഞ്ഞുനാളിലത് ഇങ്ങനെ കൊണ്ടാ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴോ? ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. എന്നോട് ഭയങ്കര സ്നേഹമാ. അതല്ലേ ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇച്ചാനെ പോലെ വലിയ ഡോക്ടർ ഒന്നും അല്ല, പക്ഷെ നല്ല അസല് ബിസിനസ്മാനാ. എന്തോരം കാശ ഉണ്ടാക്കുന്നത്. ഈ ആണുങ്ങളായാലേ ശരിക്കും അലക്സിനെ പോലെ വേണം. വെയില് വന്നു തുടങ്ങി. ഞാൻ എന്നാ ഹോസ്പിറ്റലിലേക്ക് പോവാ, പിന്നെ കാണാം കേട്ടാടി. കേട്ടാ. ചേച്ചി എന്തായി? എന്താവാൻ, ഞാൻ പറഞ്ഞൊന്നും ഇച്ചാനെ ഒരു പ്രശ്നമേ അല്ല. പറഞ്ഞതൊക്കെ കേട്ടിട്ടെ പുല്ല് പോലെ ഇറങ്ങിപ്പോയി. ആ മുഖഭാവത്ത് ഒരു മാറ്റം പോലും ഇല്ല. പറഞ്ഞ ഞാനെങ്ങാകെ നാണം കെട്ടുപോയി. എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചേച്ചി വേറൊരു ആണിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് സാറ് മൈൻഡ് ചെയ്യാതിരിക്കോ? എടി പറയാവുന്നത് മാക്സിമം ഞാൻ പറഞ്ഞ്, പക്ഷെ അങ്ങനെ ഒരു കുലുക്കോ ഇല്ലെന്ന്. ചേച്ചി ആരെ കുറിച്ചാ പറഞ്ഞേ? അലക്സിനെ പറ്റിയിട്ട്. ഈ അലക്സ് ആരാ? എന്റെ അനിയൻ. ഒറ്റ കുത്തുവെച്ചിരുന്നു ഞാൻ. നിങ്ങളുടെ അനിയന്റെ കാര്യമാണോ പോയി പറയണേ? അനിയന്റെ കാര്യം പറഞ്ഞ സാറിന് എന്തോ തോന്നാനാ? പറയണെങ്കിൽ വേറെ ഏതെങ്കിലും ആണുങ്ങളുടെ കാര്യം പറയണോ? വേറെ ആണുങ്ങളാ? ആ, ഒരു അന്യപുരുഷനെ കുറിച്ച് ഭാര്യ വാതോരാതെ സംസാരിക്കുമ്പോഴേ ഭർത്താവിന് നോവും. അതൊക്കെ വൃത്തികേടല്ലേ ചാരു? കാര്യമായിട്ടല്ലല്ലോ പറയുന്നത്, കാര്യം സാധിക്കാനല്ലേ. ഞാനിപ്പൊ ആരെ പറ്റിട്ട് പറയാനാ? ഡോക്ടർ എപ്പോഴും ആരെ കുറിച്ചാ പറയുന്നത്? അപ്പുറത്ത് ഉണ്ണിയാർച്ചനെ പറ്റിട്ട്. ഉണ്ണിയാർച്ച ആരാ? സത്യപാലൻ സാറിന്റെ ഭാര്യ. അപ്പൊ ചേച്ചി സത്യപാലൻ സാറിനെ കുറിച്ച് അങ്ങ് പറഞ്ഞേക്കണം. അയ്യേ, എന്തയ്യേ? സാറേ പോലീസാണ്, പുകഴ്ത്തി പറയാൻ ഇഷ്ടം പോലെ കാര്യമുണ്ട്. ഇനി അതും ചേച്ചിക്ക് അറിഞ്ഞൂടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എന്നാലും എന്നാലും ഇല്ല, ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങ് കാണാതെ പഠിക്കണം. എന്നിട്ട് വൈകിട്ട് സാറ് വരുമ്പോ അതങ്ങ് കീച്ചേക്കണം. സംഭവം ക്ലീൻ, പ്രശ്നം തീർന്നില്ലേ? ഓക്കെ ആവും. അതെ, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഇനിയിപ്പോൾ നിങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ വേറെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കേണ്ടി വരുമല്ലോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? സാർ, എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നുമില്ല സാർ. കള്ളും കുടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ എൻ്റെ മെക്കെട്ട് കയറാതിരുന്നാൽ മാത്രം മതി. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. സാർ, വേണമെന്ന് വെച്ചാൽ കുടിക്കുന്നതല്ല സാർ. മനസ്സമാധാനം കിട്ടാതെ പിന്നെ എന്ത് ചെയ്യും സാർ? സാർ, ഇത് ഇങ്ങേരുടെ അടവാണ് സാർ. വീട്ടുകാര്യങ്ങൾ നോക്കി നടത്താതിരിക്കാൻ ഇങ്ങനെ കണ്ടുപിടിച്ച ഒരു അടവ്. സാർ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സാർ, സാറ് ഒരു ഭർത്താവല്ലേ? സാർ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? വീട്ടിലെ എല്ലാ കാര്യങ്ങളും സാറ് തന്നെയല്ലേ നോക്കി നടത്താറുള്ളത്? ആണുങ്ങളായി അങ്ങനെയല്ലേ സാർ വേണ്ടത്? സാർ, ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. സാർ, ഇത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ വർത്തമാനം പറയും. അപ്പുറത്തെ വീട്ടിലെ ചന്ദ്രനെ നോക്കാം, ഇപ്പുറത്തെ വീട്ടിലെ സുകുമാരനെ നോക്കാം. സാർ, സ്വന്തം ഭാര്യ ഇങ്ങനെ മറ്റുള്ള പുരുഷന്മാരെ പുകഴ്ത്തി പറയുന്നത് ഏതെങ്കിലും ഭർത്താവിന് ഇഷ്ടപ്പെടുമോ സാർ? വെറുതെ അല്ലല്ലോ സാറേ, വീട്ടുകാര്യങ്ങളൊക്കെ നല്ല അന്തസ്സായിട്ട് നോക്കി നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയും പുകഴ്ത്തി പറഞ്ഞേനെ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതെ, ഇപ്പം വീട്ടുകാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുന്ന ഭർത്താക്കന്മാരെ പുകഴ്ത്താത്ത ഭാര്യമാരും ഒക്കെ ഉണ്ട്. അതെ സാർ, ഇത് പെണ്ണുങ്ങളുടെ സ്ഥിരം അടവാണ് സാർ. സാർ, തിരിച്ച് ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ പുകഴ്ത്തി പറഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറത്തില്ല സാറേ? മാറുമല്ലേ? അത് പിന്നെ പറയാൻ പറ്റില്ല സാർ, അപ്പോഴത്തെ സാഹചര്യം പോലെ ഇരിക്കും. മനുഷ്യരല്ലേ, ചിലപ്പം മാറാം. കണ്ട സാർ, അവള് നിന്ന് കളിക്കുന്നുണ്ടല്ലോ സാറേ. ശരി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തീർക്കുക. ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഉണ്ടായാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. കേട്ടല്ലോ? ആ, പൊക്കോ. പിന്നെ ആ പൂക്കുഞ്ഞിനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയും. ശരി സാർ. ആ, പൂക്കുഞ്ഞെ, ഈ സ്വർണ്ണലത മറ്റുള്ള ആണുങ്ങളെ പുകഴ്ത്തി പറയുന്നതാണ് കനകാമ്പരൻ്റെ പ്രശ്നം. അല്ല സാർ, മൂക്കറ്റം കുടിക്കുന്നതാണ് അയാളുടെ പ്രശ്നം. എടോ, ഈ സ്വർണ്ണലത ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കൊണ്ടാണ് കനകാമ്പരം കുടിക്കുന്നത്. അത് മനസ്സിലായില്ല. ഇപ്പൊ പൂക്കുഞ്ഞിന്റെ ഭാര്യ വേറെ ഏതെങ്കിലും ഒരു ആണിനെ പുകഴ്ത്തി പറഞ്ഞാൽ പൂക്കുഞ്ഞിനത് ഇഷ്ടപ്പെടുവോ? അതില്ല. അത്രേ ഉള്ളു കാര്യം. ഈ ഭാര്യമാർ ഇങ്ങനെ തുടങ്ങിയ ഭർത്താക്കന്മാർ എന്ത് ചെയ്യുമെന്നാണേ? സിമ്പിൾ അല്ലേ സാറേ? ഭർത്താവ് വേറൊരു പെണ്ണിനെ പറ്റി പുകഴ്ത്തി പറയണം. ഇപ്പോൾ സാറിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഉണ്ണിയാർച്ച എപ്പോഴും മൃഗഡോക്ടറെ പറ്റി പുകഴ്ത്തി പറയുന്നു എന്നാണല്ലോ സാറിൻ്റെ അടുത്ത് പറയാറുള്ളത്. അതുപോലെ മൃഗഡോക്ടറിൻ്റെ ഭാര്യയെ പറ്റി സാറും പുകഴ്ത്തി പറയണം. അപ്പോൾ ഉണ്ണിയാർച്ച മിണ്ടില്ല, അപ്പോൾ പ്രശ്നം തീർന്നു. എടോ, ഞാൻ എത്ര കാരണമൊന്നുമില്ല സാറേ. ഒരു നല്ലൊരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്തിരി നമ്പരൊക്കെ ഇറക്കി എന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. എനിക്ക് ആ സ്ത്രീയെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. ഇത്തിരി പുകഴ്ത്തി പറയാൻ എന്തിനു സാറേ അറിവ്? ഉണ്ണിയാർച്ചയ്ക്ക് ഒന്നാമത് അവരെ കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല.
അപ്പോൾ സാറൊരു കഥ ഉണ്ടാക്കി അങ്ങ് പറഞ്ഞേക്കണം. പക്ഷേ ഉണ്ണിയാർച്ചയ്ക്ക് അത് കേട്ടു അസൂയ ഉണ്ടാവണം, അത്രമാത്രം. അവർ കോട്ടയത്ത് എവിടെയാണ് അവരുടെ വീടെന്ന് മാത്രമേ എനിക്കറിയൂ. അത് മതി, ബാക്കി കാര്യം ഞാൻ പറഞ്ഞു തരാം. സാറേ, ഒരു കുടുംബ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തിരി തറപ്പണി കാണിച്ചെന്ന് പറഞ്ഞ് ഒരു പ്രശ്നവുമില്ല. കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. ചായ ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു ഇതിനു വേണ്ടി. ആണല്ലേ? ഇന്നലെ ആളിവിടെ വന്ന് ചായ. ആരാടി? ആ മഹിളാ സമാജത്തിലെ വിലാസിനി. യോ എന്തു നല്ല സ്ത്രീ എന്നറിയോ? ആണോ? നല്ല തങ്കപ്പെട്ട സ്വഭാവം. കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? അവന്തിനാ ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത്? വെറുതെ ചോദിച്ചോ? ആ യോ എന്നോട് വന്ന് കൊറേ നേരം സംസാരിച്ചു ചായ. എന്നിട്ട് ഞാൻ ഇവിടെ ഉള്ള എല്ലാ വീട്ടിലെയും ആളുകളെ പറ്റി തിരക്കിയേ. എല്ലാവരുടെയും കാര്യം വിലാസിനിക്ക് പച്ചവെള്ളം പോലെ അറിയാം. അപ്പൊ എല്ലാവരുടെയും കൊതിയും തുണയൊക്കെ പറഞ്ഞു തന്ന് കാണുമല്ലോ. ഏറെക്കുറെ പറഞ്ഞു. ഈയിടെ എന്തൊരു സന്തോഷം. അതില് ഞാൻ അന്തം വിട്ടുപോയത് ഒരാളെ പറ്റി കേട്ടപ്പോഴായ. ആരെ പറ്റി? സത്യപാലൻ സാറിന്. ആണോ? അവൾ അത്ര കുഴപ്പക്കാരനോ? കുഴപ്പക്കാരനാ? എന്നെ നമ്മൾ അങ്ങനെയല്ലേ വിചാരിച്ചിരുന്നത്. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു. അത് നിന്റെ കുഴപ്പം. അങ്ങനെയൊന്നും അല്ലേ ചായ. അയാള് നല്ല സ്വഭാവമാണെന്ന്. അത് ശരി. കള്ളു കുടിക്കത്തില്ല, പുക വലിക്കത്തില്ല, അങ്ങനെയുള്ള ഒരു ദുശീലവും ഇല്ല. പിന്നെ കൈക്കൂലി വാങ്ങിക്കത്തില്ലെന്ന്. ഈ കാലത്ത് ഇങ്ങനെയുള്ള പോലീസുകാരന്മാരൊക്കെ ഉണ്ടാവുക ചായ? ഉണ്ടല്ലോ, അതാണല്ലോ സത്യപാലൻ സാർ. കറക്റ്റ്. അതൊക്കെ പോട്ടെ, വേറൊരു കാര്യം കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എന്ത് കേട്ടപ്പോഴാ മോള് ഞെട്ടിയത്? സത്യപാലൻ സാറേ ഉണ്ണിയാർച്ചയുടെ മുഖത്തല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കത്തേ ഇല്ലെന്ന്. ഉണ്ണിയാർച്ച അത്ര പേടിയാണോ? പേടിച്ചിട്ടൊന്നല്ല, സ്നേഹം കൊണ്ട്. ഇവിടെ ഇച്ചാനാണെങ്കില് ഒരു പെണ്ണിന്റെ തലവെട്ടം കണ്ടാ മതി, അപ്പൊ തന്നെ ഇളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നോളൂ. ഞാൻ എപ്പോഴാടി അങ്ങനെ ചെയ്ത്? എപ്പോഴും അങ്ങനെ തന്നെയാ. ഒന്ന് പോടി. ഒന്ന് പോടി. ആണുങ്ങളായാലേ സത്യപാലൻ സാറിനെ പോലെ വേണം. എനിക്ക് എന്തൊരു ഇഷ്ടമെന്നറിയോ ഇച്ചായ പോലീസുകാരന്മാരെ. സത്യം. ഒരിങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ട് നെഞ്ചൊക്കെ ഇങ്ങനെ വിരിച്ച് മീശയൊക്കെ പിരിച്ച്. ഈ മീശയല്ല, ഇത് ഡോക്ടറിന്റെ അല്ലേ, അതല്ല പോലീസുകാരുടെ. മീശയൊക്കെ പിരിച്ചിങ്ങനെ വന്ന് നിൽക്കുമ്പോഴില്ലേ ശരിക്കും എന്തൊരു ഗാംഭീര്യം അല്ലേ. ആ സത്യപാലൻ സാറിന്റെ മീശ കണ്ടിട്ടുണ്ടോ? വൃത്തിയിടല്ലേ? ഒരു വൃത്തിയിടൂല്ല. നല്ലതാ നല്ലതാ. കുശുമ്പ് കുശുമ്പ് ഒന്നുമല്ല. സത്യപാലൻ സാർ സൂപ്പറാ. ചകിരി എടുത്തു വെച്ചോലുണ്ട്. ഒന്നുമല്ല. ഇച്ചായ ചെറുതിലേ തൊട്ടുള്ള എന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയോ? എന്നാടി? ഒരു എസ്ഐനെ കല്യാണം കഴിക്കണമെന്ന്. സത്യം. ഞാൻ അമ്മച്ചിയോട് എപ്പോഴും പറയായിരുന്നു, അമ്മച്ചി എന്നെ ഒരു എസ്ഐനെ കൊണ്ട് കെട്ടിക്കുവോ, എസ്ഐനെ കൊണ്ട് കെട്ടിക്കുവോ എന്ന്. കോട്ടയം ജില്ലയില് വേറെ പോലീസുകാരൊന്നും ഇല്ലായിരുന്നു അടി? പിന്നെയും കുശുമ്പ്. ഇച്ചായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? അവളുടെ സേഫ്റ്റി. ഒരു പോലീസുകാരനെ കല്യാണം കഴിച്ചാലേ ഒരൊറ്റ ആണുങ്ങള് ആ പെണ്ണ് പിന്നെ വായി നോക്കത്തില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ഡോക്ടറെ കല്യാണം കഴിച്ചിട്ട് എന്ത് കാര്യം? അതും ഒരു മൃഗ ഡോക്ടർ. കടിക്കാൻ വന്ന പട്ടിക്ക് പോലും പേടിയുണ്ടാവില്ല. അതൊക്കെ പോലീസ്. അതും സത്യപാലൻ സാറിനെ പോലെ നല്ല നല്ല ഉഷിരുള്ള പോലീസ്. എന്തൊരു വൃത്തികെട്ട ചായയടി. നോക്കട്ടെ, ഇത് കുശുമ്പിന്റെയാ. ആ സത്യം എന്താ വരാൻ ലേറ്റ് ആവുന്നെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അയ്യോ, സ്റ്റേഷനിലെ കാര്യങ്ങളൊന്നും ഒന്നും പറയണ്ട ആർജെ. ഇന്ന് ഒരു CPO സ്ഥലം മാറി വന്നു, ഒരു മണികണ്ഠൻ. അയാളുമായിട്ട് സംസാരിച്ചപ്പോഴല്ലേ സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. എന്ത് സംഭവം? ആർജെ, നമ്മൾ വിചാരിക്കും പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. നമ്മൾ ഒരാളുകളെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നതല്ല, അവരിലേക്ക് കൂടുതൽ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. കാര്യം എന്താണ് തെളിച്ച് പറ സത്യേട്ടാ, ഒരു മതി സസ്പെൻസ് ഇടാതെ. പറയാം ആർജെ. ഈ മണികണ്ഠനുണ്ടല്ലോ, മണികണ്ഠൻ സ്ഥലം മാറി വന്നത് കോട്ടയം ജില്ലയിലെ പുളിങ്കുന്നം സ്റ്റേഷനിൽ നിന്നാണ് സ്ഥലം മാറി ഇവിടെ വന്നത്. മണികണ്ഠൻ ജനിച്ചു വളർന്നതൊക്കെ ആ പുളിങ്കുന്നത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെ അറിയാം. അതുകൊണ്ട് ഈ പുളിങ്കുന്നത്തുള്ള ഒരാളെ എനിക്കും അറിയാം, നിനക്കും അറിയാം. ആരാണെന്ന് പറയാമോ? എനിക്കറിയില്ല. നമ്മളെന്നും കാണുന്ന, നമ്മളെന്നും സംസാരിക്കുന്ന ഒരാള്. അതാരാ? നമ്മുടെ ആലീസ്. ആണോ? ആന്നേ. ആലീസിനെ പറ്റി അയാൾ പറയുന്നത് കേട്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ആർച്ചേ, എന്താ സംഭവം? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആലീസിനെ പറ്റി എന്താണ് നിന്റെ ധാരണ? എനിക്ക് അവനെ പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല. അങ്ങനെയൊന്നും പറയണ്ട.
നമ്മൾ വിചാരിച്ചിരുന്നത് വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ജോലിയൊന്നും ഇല്ലാത്ത വെറും ഒരു സാധാരണ പെണ്ണാണ് ആലീസ് അല്ലേ? ഈ മൃഗ ഡോക്ടർ എന്തിനാണ് അവളെ കല്യാണം കഴിച്ചതെന്ന് പോലും നീ ആലോചിച്ചിട്ടില്ലേ? ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കാറില്ല സത്യേട്ടാ. ഈ ആലീസിനെ പറ്റി ശരിക്കറിഞ്ഞാലേ നീ അന്തം വിടുവാർച്ച്. പുളിങ്കുന്നിലെ വലിയൊരു ഫാമിലിയിൽ പെട്ട ഭയങ്കര തറവാട്ടിൽപ്പെട്ട പെൺകുട്ടിയാണ് ഇത്. നീ വെറും പഞ്ചായത്ത് മെമ്പറല്ലേ? ആലീസിന്റെ അച്ഛൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. 8 മൂടാനുള്ള കാശുള്ള കുടുംബത്തിലാണ്. പക്ഷെ അതിൻ്റെ എന്തെങ്കിലും അഹങ്കാരം ആ പെൺകുട്ടിക്കുണ്ടോ? വളരെ പാവവും മര്യാദയും അച്ചടക്കവും ഒതുക്കവും വിനയുള്ളൊരു പെൺകുട്ടിയല്ലേ ആലീസ്. അവിടെ നാട്ടുകാരുടെയൊക്കെ കണ്ണിൽ ഉണ്ണിയാണെന്നാ പറഞ്ഞേ. പക്ഷേ ഇവരുടെ കല്യാണത്തിന് മുമ്പ് ഈ ആലീസിനെ ഇലക്ഷന് നിർത്താൻ വേണ്ടിയിട്ട് പാർട്ടിക്കാർ പിടിവലി കൂടിയതാ. കാരണം എന്താ? ആലീസ് നിന്നാൽ പാട്ടും പാടി ജയിക്കൂലേ? പക്ഷെ ആലീസ് പറഞ്ഞു എനിക്ക് അധികാരം വേണ്ടേന്ന് പറഞ്ഞ് ഒഴിഞ്ഞളഞ്ഞു. അത് മണ്ടത്തരമായി പോയി. അത് നിനക്ക് തോന്നും, പക്ഷെ എനിക്ക് ഇതുപോലെ മര്യാദ ഉള്ള പെണ്ണുങ്ങളെ ഇഷ്ടം. ഇതുപോലെ അടക്കവും വിനയവും ഒതുക്കവും ഒക്കെ വേണം. ജീവിതത്തിൽ ആദ്യമായിട്ടാ സത്യേട്ടൻ ഒരാളെ പറ്റി നല്ലത് പറയുന്നത്. പറയാൻ ഇനിയുണ്ട്. ഈ ആലീസ് വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ള ആളല്ല എന്നല്ലേ നമ്മൾ ധരിച്ചിരുന്നേ. എന്നാലേ ആലീസ് MA വരെ പഠിച്ചിട്ടുണ്ട്. ആര്? ആലീസോ? ഇനി MA വരെ പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, MA പഠനം കഴിഞ്ഞ ആലീസിന് ജോലിയും കിട്ടി. അപ്പോഴേക്കും ആയിരുന്നല്ലോ ഈ കല്യാണം ഈ മൃഗമായിട്ട്. പിന്നെ സത്യത്തിൽ ഈ മൃഗത്തിന് ആ കുടുംബത്തിലോട്ട് ചെന്ന് കയറാനുള്ള യോഗ്യതയൊന്നും ഇല്ല. ആ പേരിൻ്റെ കൂടെ ഒരു ഡോക്ടർ കൂടെ ഉള്ളത് കൊണ്ട് ആലീസിൻ്റെ അച്ഛൻ കെട്ടിച്ചു കൊടുത്തു. പിന്നെ ഈ മൃഗത്തിന് ആലീസ് ജോലിക്ക് പോകണമെന്ന് ഇഷ്ടമല്ല. അപ്പം ആലീസ് അതുകൊണ്ട് എന്ത് ചെയ്ത് ജോലി വേണ്ടാന്ന് വെച്ചു. അവൾ പറഞ്ഞു എനിക്ക് ജോലിയെക്കാളും വലുത് എൻ്റെ കുടുംബമാണെന്ന്. അടുത്ത മണ്ടത്തരം. അത് നീ പറയും. കുടുംബസ്നേഹിയായ പെണ്ണുങ്ങൾ അങ്ങനെ. എനിക്ക് ആ പെൺകുട്ടിയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലൊരു ഭാര്യയെ ആരാ ആഗ്രഹിക്കാത്തത്? അങ്ങനെ ആഗ്രഹിക്കേണ്ട കാര്യം പുരുഷന്മാർക്കില്ലല്ലോ. അവർക്ക് ജോലിക്ക് പോവാമെങ്കിൽ സ്ത്രീകൾക്ക് ജോലിക്ക് പോവാം. അതിനാ മൃഗം അവളെ ജോലിക്ക് പോകാൻ സമ്മതിച്ചില്ലല്ലോ. ഞാൻ ആ പെൺകുട്ടി ഒരുപാട് തെറ്റിദ്ധരിച്ചു. നാളെ അവളെ പോയി കണ്ട് ഒന്ന് സംസാരിക്കണം. നാളെ എന്നല്ല, നീ എല്ലാ ദിവസവും പറ്റുന്ന സമയത്തൊക്കെ പോയി അവളോട് സംസാരിക്കണം. ഇത്രയും വിദ്യാഭ്യാസവും തറവാടുത്തുള്ളൊരു പെണ്ണുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? എന്നാ പിന്നെ നാളെ ആക്കുന്നത് എന്തിനാ? ഇന്ന് തന്നെ സംസാരിക്കാലോ. ഞാൻ വരണോ? അതൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി സംസാരിച്ചോളാം. നിനക്ക് അവളോട് അസൂയല്ലേ? സത്യേട്ടന് ആകെപ്പാടൊരു മാറ്റം ഉണ്ടല്ലോ. എന്തു പറ്റി? എന്ത് മാറ്റം? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കൊള്ളാം. സംഗതി ഏറ്റു. എടി ഉണ്ണിയാർച്ചേ, നിന്നെ കുപ്പിയിൽ ഇറക്കിയിട്ടേ ഉള്ളു ബാക്കി കാര്യം. ഈ വിലാസിനി ചേച്ചി പറയുവാണേ. ചേച്ചിയാണോ അതോ വിലാസിനിയാണോ? ചേച്ചി ചേച്ചി നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ വിലാസിനി എന്നാ പറഞ്ഞ, അതുകൊണ്ടാ നേരത്തെ പറഞ്ഞപ്പോഴല്ലേ അത് തെറ്റിപ്പോയതാ. ചേച്ചി പറയുവാണേ, ഈ സത്യപാലൻ സാർ ഇവിടെ ചാർജ് എടുത്ത പിന്നെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലെന്നും, അതിനു മുമ്പ് ഈ സ്റ്റേഷൻ പരിസരത്ത് എന്തായിരുന്നു കത്തിക്കുത്ത്, മോഷണം, പിടിച്ചുപറി ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാന്ന്. ഓ, അത് കേട്ടപ്പോ ഞാൻ വിചാരിച്ച ഇച്ചായ നമുക്ക് എന്തൊരു ഭാഗ്യമല്ലേ. എന്തോ മേലോട്ട് നോക്കുന്നത്? ഇല്ല, ഫാനൊക്കെ അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കുവായിരുന്നു. ഉണ്ടല്ലോ. എന്തോ പറഞ്ഞേ? എന്തൊരു ഭാഗ്യമാന്ന്. എന്തൊരു ഭാഗ്യം? പിന്നെ ഇത്രയും യോഗ്യനായുള്ള ഒരു പോലീസുകാരൻ അപ്പുറത്ത് താമസിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പേടിക്കണോ? ഒരു കള്ളന്മാരുടെ ശല്യം പോലും നമുക്ക് ഉണ്ടാവത്തില്ല. സാർ ഇവിടെ വന്നതിന് ശേഷമേ ഈ സ്റ്റേഷനിൽ തെളിയാതെ കിടന്ന എല്ലാ കേസുകളും തെളിയിച്ചെന്ന്. അത്രക്ക് ബുദ്ധിയാണ് സത്യപാലൻ സാറിന് വിലാസിനി ചേച്ചി പറഞ്ഞത്. അത് ഉണ്ണിയാർച്ചയെ പോലെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഏത് മണ്ടനും ബുദ്ധിമുട്ടും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്നല്ലേ ചൊല്ല്. ഇനി ഞാൻ ഗട്ട് ഫീലിങ്ങിനെ കുറിച്ച് പറയാം. അതായത് ഇതിൻ്റെയൊക്കെ പിന്നില്, കേസ് തെളിയിക്കുന്നതിൻ്റെ എല്ലാം പിന്നില് എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ണിയാർച്ചയായിരിക്കും. ക്രെഡിറ്റ് സത്യപാലൻ സാറിന് കിട്ടിക്കണം. നിങ്ങൾക്ക് എന്തിന്റെ സുഖേടായിച്ചായ? ഞാൻ ആ സത്യപാലൻ സാറിന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ എന്തിനാ ആ ഉണ്ണിയാർച്ചയുടെ പേര് കുത്തിക്കയറ്റി വെക്കുന്നത്? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അവള് നിങ്ങൾക്ക് എന്തോ കലക്കി തന്ന് നിങ്ങളെ മയക്കി വെച്ചിരിക്കുക. ഞാൻ ആലോചിക്കുക, അയൽപക്കത്ത് ഇത്രയും നല്ലൊരു പെൺകുട്ടി ഉള്ളത് നല്ലതാണ്. ഇനിയിപ്പോൾ അഥവാ ആർച്ചയില്ലെങ്കിലും എനിക്കൊരു ചായ വേണമെന്ന് തോന്നി അവിടെ പോയി ചോദിച്ച് വാങ്ങിച്ച് കുടിക്കാമല്ലോ. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ അയൽവക്കക്കാരോട് ഇടപെടേണ്ടത്. എന്നാലും അതിശയം അതല്ല, ഈ കാലത്തും ഇത്രയും സൽസ്വഭാവിയായ പെൺപിള്ളേർ നാട്ടിലുണ്ട് എന്നുള്ളതാണേ.
ഇത്രയ്ക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല സത്യേട്ടാ. അവള് ജീവിക്കുന്ന ആരുടെ കൂടെയാ? ആ ഡോക്ടറെ കൂടെ. അദ്ദേഹത്തിന് എന്തൊരു പേഴ്സണാലിറ്റിയാ. ഡോക്ടറെ പോലെ പരമയോഗ്യനായിട്ടുള്ള ഒരു ഭർത്താവിന്റെ കൂടെ ജീവിച്ച ഏത് സ്ത്രീയും നന്നാവും. അമ്മാതിരി പേഴ്സണാലിറ്റി അല്ലേ ആ മനുഷ്യന്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും ഒരു സൗരഭ്യം. പേഴ്സണാലിറ്റി അല്ല, മാങ്ങാത്തൊലി. അവൻ കണ്ട പെണ്ണുങ്ങളെ പിറകെ വായി നോക്കി നടക്കുന്നവനാ പേഴ്സണാലിറ്റി. മുല്ലപ്പൂമ്പൊടിയല്ല, അവൻ ഉറുമ്പ് പൊടിയാ. ഉറുമ്പ് പൊടി, DDT. ആലിസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇച്ചാൻ എന്നോട് ഒരു അക്ഷരം മിണ്ടരുത്. പട്ടിയുടെ വാല് 12 കൊല്ലം കോഴിലിട്ടാലും അത് നിവരത്തില്ല എന്നൊരു ചൊല്ലുണ്ട്. അത് തന്നെയാണ് ഇച്ചായന്റെ സ്വഭാവം. ഇച്ചാന് മറ്റുള്ള പെണ്ണുങ്ങളെ ഇങ്ങനെ പുകഴ്ത്തി പറയാൻ നാണം ഉണ്ടായി ഇച്ചായ? അതെ, നീ അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ മൃഗത്തിനെ പഴുത്തിക്കൊണ്ട് എന്റെ അടുത്ത് വരരുതെന്ന്. നിനക്ക് അത്ര ഇതാണെങ്കിൽ നീ അവനോട് അങ്ങ് പൊക്കോ. അതിനാ ഡോക്ടർ സമ്മതിക്കണ്ടേ? അപ്പൊ സമ്മതിച്ചാൽ നീ പോവല്ലേ? പോവും. ആലിസ് മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുന്നതുകൊണ്ട് ഒരു ദോഷവും വരാനില്ല. നീ ഒന്ന് മനസ്സിലാക്കത്. ഇച്ചാൻ എന്നോട് ഒരു അക്ഷരം മിണ്ടി പോരുത്. എനിക്കെല്ലാം മനസ്സിലായി. എന്നാലും ഇച്ചാൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ ഇച്ചായ? ഞാൻ എന്ത് ചെയ്തെന്നാ? ഒന്നും ചെയ്തില്ലല്ലേ? ഇല്ല. ഇച്ചാൻ എന്തിനാന്ന് ഇടക്കിടക്ക് അവരെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്? അന്ന് ഇപ്പൊ സത്യപാലൻ സാറിനെ കുറിച്ചും ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞല്ലോ. എന്നിട്ട് എനിക്ക് സംശയമൊന്നും തോന്നിയില്ലല്ലോ. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. ചുമ്മാ പറഞ്ഞതോ? ഇച്ചാനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാ. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ചാരുവിന്റെ. എന്റെ ആലീസ് കൊച്ചേ, എൻ്റെ പൊന്നുമോൾ ആവശ്യമില്ലാതെ സത്യപാലൻ സാറിനെ കുറിച്ച് പൊക്കി പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി വേറെന്തോ ഉദ്ദേശമുണ്ടെന്ന്. കാളവാല് വെക്കുമ്പോഴേ നമുക്കറിയാമല്ലോ എന്തിനു വേണ്ടിയാണെന്ന്. പിന്നെ എൻ്റെ പൊന്നുമോളുടെ ഉള്ളിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനഃപൂർവ്വം ഉണ്ണിയാർച്ച പൊക്കി പറഞ്ഞു. ആണ്. സത്യയുടെ വന്ന് കയറിയപ്പോ മോലെ ആലീസിനെ പറ്റി എന്തൊക്കെ എന്നോട് പറഞ്ഞു? ഞാനൊരു അക്ഷരം പറഞ്ഞു? ഞാൻ ആ ഡോക്ടറെ പറ്റി എന്തെങ്കിലും പറഞ്ഞ സത്യയുടെ ദേഷ്യം വരും. സത്യയുടെ പറഞ്ഞു വെച്ചിട്ട് സത്യയുടെ എനിക്ക് സംശയിക്കാലോ. ഞാനത് ചെയ്തില്ലല്ലോ. ആർച്ചേ, നീ പറയുന്ന പോലല്ല ഞാൻ പറയുന്നത്. അതെന്താ? നീ പറയുന്നത് കാര്യമായിട്ടല്ലേ? ഞാൻ പറഞ്ഞത് നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ്. സത്യത്തിൽ എനിക്ക് ആ പെണ്ണുമ്പിള്ളയെ കുറിച്ച് ഒരു പുല്ലും അറിയില്ല. അവൾ എവിടെയുള്ളതാണെന്ന്, എന്ത് ചെയ്യുന്നു, എവിടെ പഠിച്ചെന്ന് ഒന്നും എനിക്കറിയില്ല. നീ എന്ത് പറയുന്നു അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ആ, എനിക്ക് അപ്പോഴേ മനസ്സിലായി. അങ്ങനെ വഴിക്ക് വാ. ആലിസേ, എന്താ പരിപാടി? ഓ, ഞങ്ങള് വെറുതെ ഇങ്ങനെ കുശലൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ നിക്കുവായിരുന്നു. അതെ, ഞങ്ങളും. സത്യപാലൻ സാറിന്റെ ഒന്നും മിണ്ടാത്തെ? ഞാനിങ്ങനെ ആർച്ചയോടിങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ആർച്ച ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചിരിച്ചിരിച്ച് മരിച്ചു. ഞാനും